തരൂരിനെ പോലുള്ളവര് കോൺഗ്രസ് ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത്ഭുതകരമായിട്ടുള്ള കാര്യം. അങ്ങനെ സത്യം തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കോൺഗ്രസ് എങ്കിൽ അദ്ദേഹം വേറെ വഴികൾ നോക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂര് അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസ് വിട്ടു എന്നുള്ളത് കൊണ്ട് ശശി തരൂര് അനാഥമാവില്ല കേരള രാഷ്ട്രീയത്തിൽ. 4 ടേം ലോകസഭാ മെമ്പറായ, നിരവധി അവാർഡുകൾ ലഭിച്ച, ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിപ്ലവകാരി, ഒരു വിദ്യജീവി, എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിക്കുമല്ലോ. അദ്ദേഹം ഒരു പരാമർശം നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത്? അപ്പം വിവരമുള്ള ഒരാൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം? തരൂര് അറിയപ്പെടുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനും വാഗ്മിയും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഒക്കെയുള്ള അനുഭവ സമ്പത്തുള്ളൊരു വലിയ ലോകമറിയപ്പെടുന്നൊരു നേതാവാണ്. കേരളം ഇടതുപക്ഷ ഗവൺമെന്റിൽ ശക്തി പ്രാപിച്ചു ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. ആ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന് എന്തിനാണ് കോൺഗ്രസിന്റെ ഉന്നതനായ ഒരു നേതാവിനെ കോൺഗ്രസിലെ ചില ഗ്രൂപ്പുകാർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്? തരൂരിനെ പോലുള്ളവര് കോൺഗ്രസ് ഇത്രയും നാൾ തുടർന്നത് എങ്ങനെയാണ്